അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടർ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നുന്നത്. ഏതൊരു സാധാരണക്കാരനും വളരെ വലിയൊരു റിച്ച് ലൈഫിലേക്ക് ഒരു ലോങ് ടൈം കരിയർ ഈ കമ്പനിയോടൊപ്പം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന അതൊരു ഏതൊരു സാധാരണക്കാരനും ഒരു 4500 രൂപ മുടക്കി പോലും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. എല്ലാ പാക്കേജിനോടൊപ്പം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് നമുക്ക് പഠിക്കാൻ കിട്ടും. ഓക്കെ, ഗ്രേറ്റ്. അതാണ് നമുക്കിനി വേണ്ടത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ് 3C Assets എന്ന് പറയുന്നത്. പല കാര്യങ്ങളും പല വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളാണെങ്കിലും അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഹയോ, ജീവിതത്തിന്റെ പകുതി സമയങ്ങളും നമ്മൾ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അല്ലേ? സോഷ്യൽ മീഡിയയിലാണെങ്കിലോ എപ്പോഴും നമ്മൾ കാണുന്നത് ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം. എവിടെ തുറന്നാലും ആഡ് ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് ട്രേഡിംഗ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുമായിട്ടാണ്. 25 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് മീ ഷംഷീറ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2025 ഒരു മഹാ അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ അതിന്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള വ്യക്തി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ സാർ. അപ്പോൾ സാറിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് സാറിന്റെ പേര് കാര്യങ്ങളൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുമോ? എന്റെ പേര് സിബിൻ സിറിൽ, വീട് കൊച്ചിയിലാണ്. ട്രേഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലാസ്റ്റ് 5 years ആയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ഓഫ് കോഴ്സ് ക്രിപ്റ്റോയിലും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ. ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു 25 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ഓൺ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സാറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് എത്ര വർഷമായി? നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ട് 25 വർഷമായി. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 3 മാസം ആവുന്നതുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. കമ്പനി ഇപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പീരീഡിലാണ്. കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത് കമ്പനിയുടെ ദുബായ് സമ്മിറ്റിൽ വെച്ചാണ്. അത് വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ, ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ എവിടെയാണ് ഈ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? ആക്ച്വലി കമ്പനി ലൈസൻസ്ഡ് ആയിട്ടുള്ളത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ MSB ലൈസൻസ്ഡ് ആണ്, ഏഷ്യ പസഫിക് റീജിയന് വേണ്ടിയിട്ട് ഹോങ്കോങ്ങിൽ ലൈസൻസ്ഡ് ആണ്, അതുപോലെ തന്നെ യൂറോപ്പ് റീജിയന് വേണ്ടിയിട്ട് UK, ലണ്ടനിൽ കമ്പനി ലൈസൻസ്ഡ് ആണ്. അപ്പോൾ 25 years ആയിട്ട് ഇവിടെ ഉള്ള കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഓൺ പ്രൊജക്റ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ പേരെന്താണ് വരുന്നത്? പ്രോജക്റ്റിന്റെ പേര് 3C Assets എന്നാണ്. 3C Assets, ഷേപ്പിംഗ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ഷുവർ. ആക്ച്വലി ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികൾ അവൈലബിൾ ആണ്. നമുക്കറിയാം, ഓരോ ദിവസവും പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികൾ വരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ മാർക്കറ്റിൽ 3C Assets എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ പുതിയൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാവർക്കുമുള്ള ആശങ്ക എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രോജക്റ്റ് എത്ര നാൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് എന്താണ്, അവരൊന്നും അറിയാത്ത ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ അവൈലബിൾ ആണ്. പല വ്യക്തികളും അതിൻ്റെ ഭാഗമാകുകയും അതിൻ്റെ തിക്തഫലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് 3C Assets വരുന്നത്. അപ്പോൾ 3C Assetsന്റെ മറ്റുള്ള പ്രോജക്റ്റുകളിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പീരീഡിൽ തന്നെ ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിൽ ഒരു പ്രോജക്റ്റ് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞു, അപ്പോൾ മറ്റുള്ള പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ച് എന്താണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ പ്രത്യേകതകൾ? 3C Assetsന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ സൗണ്ട് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു കമ്പനിയാണ്. ആക്ച്വലി കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് 3C Assets എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡായിട്ടുള്ള സെബി ലൈസൻസ്ഡ് ആയിട്ട്
ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ 25 വർഷമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര വലിയ കാര്യം തന്നെയാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാണ്, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ലോങ് കാലയളവിൽ ഈ മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ പ്രൊഫൈൽ ഇത്രയും വളരെ വലുതാണെന്ന് പറയാൻ കാരണമുണ്ട് കമ്പനിയുടെ ഫൗണ്ടർ ലെജൻഡറി പേഴ്സണാലിറ്റി ആണ് മിസ്റ്റർ ബിനോയ് ജെ കാറ്റാടിയിൽ DSc. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പറയാൻ നേരത്ത് വളരെ പ്രൗഡാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തികളിലുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അതുപോലെ ChatGPT സെർച്ച് ചെയ്യാം. 2 ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്. ഒന്ന് മാക്രോ എക്കണോമിക്സിലാണ്, നെക്സ്റ്റ് ഫിനാൻസിലാണ്. അതുപോലെ തന്നെ 3 പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉള്ള വ്യക്തിയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ്, അടുത്ത് വന്നിട്ട് ഫിനാൻസിലുണ്ട്, അതുപോലെ ലോയിലും ഉണ്ട്. അപ്പോൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ 25 വർഷമായിട്ട് ഇദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് ട്രേഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാം. നമുക്കറിയാം, ട്രേഡിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള 90% ആയിട്ടുള്ള ആൾക്കാർ ലോസിലാണ് പോകുന്നത്. ഒരു 10% ആയിട്ടുള്ള ആൾക്കാർ വ്യക്തമായിട്ട് ട്രേഡിംഗ് മേഖലയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ പ്രോഫിറ്റിലാണ്. റീറ്റെയിലേഴ്സിനെ കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. പലപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് മേഖലയിൽ, ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ റിസർച്ച് ഡിവിഷനാണ്. അങ്ങനെ നമ്മുടെ കമ്പനിക്ക് ഒരു സ്ട്രോങ് റിസർച്ച് ഡിവിഷൻ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ കമ്പനികൾ ഇന്ന് നിലനിന്ന് പോകുന്നത്. അപ്പോൾ കമ്പനി ഇപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വയ്ക്കുകയാണ്. എങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ കമ്പനി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം, ഓരോ രാജ്യങ്ങൾക്കും പല പല കറൻസിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന 3C അസറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്ട് ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള USDT-യിലൂടെയാണ് ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് ക്യാഷ് ഫ്ലോ എല്ലാം വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, കമ്പനി ഇവിടെ 3C അസറ്റ്സ് ഇവിടെ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ സെയിം ടൈം കമ്പനിയുടെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയിലുള്ള ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള 3C ബ്ലോക്ക് ചെയിൻ സെയിം ടൈം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ യൂട്ടിലിറ്റികളും ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അതിന്റെ ഒരു ജെന്യൂനിറ്റി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടറെ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ ജെന്യൂനിറ്റിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഇനി നമുക്കൊന്നും പറയാനില്ല. ഇതില് ജെന്യൂനിറ്റിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ തീരില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് IBBI ബോർഡ് എന്ന് പറയുന്ന IBBI ബോർഡിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ കേരള ഗവൺമെന്റിന്റെ CMD, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന CMD ബോർഡ്. നമുക്ക് കേരള ഗവൺമെന്റിന് ഫിനാൻഷ്യൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഡീലുകൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോർഡാണ് CMD. അതിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ് ഡയറക്ടർ ജനറൽ ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്ക് കേരള ഗവൺമെന്റിന്റെ CMD-യുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ആർക്ക് വേണമെങ്കിൽ കയറി പരിശോധിക്കാം. അതിൽ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ പേരോടെ കാണാൻ, ഡയറക്ടർ ജനറൽ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്. മാത്രമല്ല കമ്പനിയുടെ CEO എന്ന് പറയുന്നത് മിസ്റ്റർ എഡ്വേർഡ് പ്രോഫ്കെ ആണ്. പിരേലി ടയേഴ്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ടയർ ബ്രാൻഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് റീജിയന്റെ കൊമേഴ്സ്യൽ ബിസിനസ് മാനേജറായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ കമ്പനിയുടെ CMO, വളരെ സൗണ്ട് പ്രൊഫൈലുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കമ്പനിയുടെ CMO മിസ്റ്റർ മോ മുഖറം. ഇദ്ദേഹം കഴിഞ്ഞ 18 വർഷമായിട്ട് ഇദ്ദേഹം എക്സ്പേർട്ട് ആയിട്ടുള്ളത് Web3 ഇൻഡസ്ട്രിയിലാണ്. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മേഖല എല്ലാം വരുന്നത് Web3 ഇൻഡസ്ട്രിയിലാണ്, നമുക്കറിയാം. അപ്പൊ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. XT.com എന്ന് പറയുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നമുക്കറിയാം, ബൈനാൻസ് പോലെ തന്നെയുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് XT.com. അതിന്റെ CMO ആയിട്ട് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ എത്തിസലാത്തിന്റെ ബ്ലോക്ക് ചെയിൻ പ്രോജക്ടിന്റെ ഹെഡ് ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ് കമ്പനിയുടെ CMO. അപ്പോൾ 3C അസറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് അല്ല. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന നമുക്കറിയാം ബ്ലാക്ക് റോക്ക് പോലെയുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ലെവലിലേക്ക് വാസ്റ്റായിട്ട് വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് 3C അസറ്റ്സ് എന്ന് പറയുന്ന കമ്പനി. കമ്പനിയുടെ വിഷനും അത്രത്തോളം വലുതാണ്. ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞു എന്തിന്റെയും ഒരു അടിത്തറ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ
മുന്നോട്ടേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും. സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്ത് പരിപാടികളെ കുറിച്ചോ പറയുകയാണെന്ന് നമ്മൾ ഒരിക്കലും അതിന്റെ CEO ആരാണ് എന്നൊന്നും നമ്മൾ വെളിപ്പെടുത്തില്ല. അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെളിപ്പെടുത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല എന്നാണ് പറയണത്. അപ്പൊ അത്രയും ഹോണറബിൾ ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഇതിന്റെ ഒരു CEO ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ജെന്യൂനിറ്റി അത്രയധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇനി ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ 25 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകതകൾ എന്താ, ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയണം. അതുപോലെ തന്നെ ഇനി ഒരു 5 വർഷത്തേക്ക് ഇതിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഒരു ലോങ് ജേണി നമുക്ക് ആ കമ്പനിയോടൊപ്പം പലപ്പോഴും സാധ്യമാകാറില്ല, പല ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി. പക്ഷേ 3C അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാനിങ്ങൾ വളരെ സൗണ്ടഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് അതിൻ്റെ റോഡ് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന 3C അസറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, കമ്പനി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിട്ടുള്ള 3C ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യുക. ഇതാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനായിട്ട് കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് രംഗം എന്ന് പറഞ്ഞ ആ ഒരു മേഖല കോടിക്കണക്കിന് രൂപ ക്യാപിറ്റൽ ഉള്ളവർക്ക് മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷെ 3C അസറ്റ്സിലൂടെ അത് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് വളരെ വലിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തികച്ചും ജനകീയമാക്കിയിരിക്കുന്നു 3C അസറ്റ്സ്. അപ്പോൾ ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, നെക്സ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, മൂന്നാമത് വരുന്ന കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകൾ. ഈ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകൾ വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അത്രയും അധികം ബിൽഡ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കാം, അല്ലേ? കറക്റ്റ്. അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാനിങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 2025 ഇപ്പോൾ കമ്പനിയിൽ സോഫ്റ്റ് ലോഞ്ചിങ് പീരീഡ് ആണ്. 2026 ഏകദേശം 1 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ വേൾഡ് വൈഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയുടെ ഏറ്റവും റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ്, അത് സ്വന്തം ബ്ലോക്ക് ചെയിനുള്ള പ്രോഡക്റ്റ് ആണ്. അത് റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിത്തിൻ മന്ത്സ് അത് ലോഞ്ച് ചെയ്യാണ്. ഞങ്ങൾ ആ ഒരു ത്രില്ലിലാണ് 3C അസറ്റിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും നിൽക്കുന്നത്. അത് മാത്രമല്ല റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ, അസറ്റ് ടോക്കണൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയാണ്. അപ്പോൾ റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ 2026 വരുന്നു. 2027 3C ബ്ലോക്ക് ചെയിനിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വരുന്നു. അതുപോലെ ഇ-കൊമേഴ്സ് പോർട്ടലുകൾ വരുന്നു 3C ബ്ലോക്ക് ചെയിനിൽ. പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്ന 2028 കമ്പനിയുടെ IPO ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് 2028 അപ്പോൾ IPO എന്താണെന്ന് നമുക്കറിയാം. ഷെയർ മാർക്കറ്റിലേക്ക് പുതിയൊരു കമ്പനി ഷെയർ ലോഞ്ച് ചെയ്യുമ്പോൾ ആണ് IPO കൊടുക്കുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ആയിരിക്കും IPO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2029 ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇനി 2030 അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ടുള്ള നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രാഥമിക നടപടികളെന്നോണമാണ് ഇപ്പോൾ കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ MSB ലൈസൻസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനൊരു വളരെ എന്താ പറയുക എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു നെക്സ്റ്റ് 5 years ആയിട്ടുള്ള പ്ലാനിങ് ഓൾറെഡി ഇവിടെ സെറ്റാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ലോങ് ടൈം കരിയർ ഈ ഒരു കമ്പനിയോടൊപ്പം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെ, അതുകൊണ്ടാണ് ഈ ഒരു ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ട് 3 months ആയിട്ടുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ട് പ്രോജക്റ്റ് മാറി. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതിന്റെ ഒരുപാട് ഷെയറും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സാധാരണഗതിയിൽ. കാരണം പല കാര്യങ്ങളും പല വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളാണെങ്കിലും അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റെടുത്ത് ചെയ്യാനാണെങ്കിലും എടുത്ത് നമുക്ക് ഇതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത്രയും ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാനും പറ്റും. സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതിലൂടെ ഏത് രീതിയിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക, അതുപോലെ തന്നെ അവർക്കൊരു ലൈഫ് സെറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്ടിന് എങ്ങനെയാണ് മാറാൻ പറ്റുക? നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഒരു ഇൻവെസ്റ്ററായിട്ട് അപ്രോച്ച് ചെയ്യാം.
അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കറായിട്ടും അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാനായിട്ട് വളരെ സിമ്പിളാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 7 പാക്കേജുകളുണ്ട്. അസറ്റ് മാനേജ്മെന്റ് അഫിലിയേഷൻ പാക്കേജ് എന്ന് പറയും, AMA പാക്കേജുകൾ എന്ന് പറയും. അതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. $50 മുതൽ $5000 വരെയുള്ള 7 പാക്കേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു ഏതൊരു സാധാരണക്കാരനും ഒരു 4500 രൂപ മുടക്കി പോലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. നമ്മളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റുകളുണ്ട്. ഒന്ന്, ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന രീതിയിൽ എല്ലാ പാക്കേജിനോടൊപ്പം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് നമുക്ക് പഠിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന രീതിയിൽ കിട്ടുന്ന ഈ ഒരു കോഴ്സ്, ഈ ട്രേഡിംഗ് കോഴ്സ് കഴിഞ്ഞ 25 വർഷമായിട്ട് മാർക്കറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോഴ്സാണ്. അത് ഓരോ പാക്കേജിനും ഇക്വിറ്റിയെ കുറിച്ചുള്ള ട്രേഡിംഗ് കോഴ്സ് ഉണ്ട്, അതുപോലെ ഫോറക്സിനെ കുറിച്ചുള്ളതുണ്ട്, ക്രിപ്റ്റോയെ കുറിച്ചുള്ളത്. അപ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിന്റെ കയ്യിൽ നിന്നുള്ള കോഴ്സാണ്. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്, നമ്മുടെ ഈ ജോയിനിങ് എമൗണ്ട് നമുക്കിവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. ഈ വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റിൽ നമ്മുടെ ഈ ജോയിനിങ് എമൗണ്ട് അവൈലബിൾ ആയിരിക്കും. ഈ ജോയിനിങ് എമൗണ്ട് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ യൂട്ടിലിറ്റികൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഡ്രീം വിൻ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. കമ്പനിയുടെ സ്വന്തം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലക്കി ഡ്രോ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ വളരെ വലിയ ജാക്ക് പോട്ട് പ്രൈസുകൾ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പിൻ ആൻഡ് വിന്നിലൂടെ വളരെ വലിയ ക്യാഷ് പ്രൈസുകൾ നേടാൻ സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് മന്താണ് അത് ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെയായിരുന്നു, iPhone 16 Pro ആയിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത്. അതിന് $10 ആയിരുന്നു ടിക്കറ്റിന്റെ വില. ആകെ 50 ടിക്കറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 50ാമത്തെ ടിക്കറ്റ് സെല്ലായി സ്പോട്ടിൽ സിസ്റ്റം റൺ ചെയ്യും, ഒരു വിജയെ സെലക്ട് ചെയ്യുകയും ചെയ്തു, പ്രൈസ് ഹാൻഡ് ഓവറും ചെയ്തു. രണ്ടാമത്തത് iPadന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ലൈവായിട്ട് ഒരു മാക്ബുക്കിന് വേണ്ടിയുള്ള ഒരു ലക്കി ഡ്രോ റൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജോയിനിങ് എമൗണ്ട് കൊണ്ട് ഇതുപോലുള്ള യൂട്ടിലിറ്റികൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളുടെ ജോയിനിങ് എമൗണ്ട് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ബെനിഫിറ്റ്, ജോയിനിങ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ലിമിറ്റ് കമ്പനി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ $50 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് അതിന്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ $500 വരെ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. $1000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $10000 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പോർട്ട്ഫോളിയോ ലിമിറ്റ് ആയിരിക്കും കൊടുക്കുക. $5000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $50,000 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ലിമിറ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് ബെനിഫിറ്റ്? മന്ത്ലി 7 to 14% ROI ആയിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. കമ്പനിയുടെ കോൺട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എപ്പോൾ 2 ഇരട്ടിയാവുന്നു, ദാറ്റ് മീൻസ് 200% ആവുന്നു. അപ്പോൾ അതുവരെ നമുക്ക് കോൺട്രാക്ട് ഉണ്ടാവും കമ്പനിയുമായിട്ട്. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും പല കമ്പനികളും വരുന്നത് 2 മാസം 3 മാസം കൊണ്ട് 2 ഇരട്ടി തരാം, 3 ഇരട്ടി തരാം, ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കമ്പനിക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. വളരെ ജെന്യൂനായിട്ട് കമ്പനി കഴിഞ്ഞ 25 വർഷമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 7 to 14% മന്ത്ലി ROI, 200%. 3 മാസത്തെ ലോക്കിംഗ് പീരീഡ് മാത്രമുള്ളത്. 3 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ROI കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് കമ്പനി നമുക്ക് നമ്മുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് തരുന്നതാണ്. അതായത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിസ്റ്റം ആണുള്ളത്. നെക്സ്റ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. 8 രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ്. ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കും ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ കമ്പനിയുടെ പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഏതൊരു സാധാരണക്കാരനും വളരെ വലിയൊരു റിച്ച് ലൈഫിലേക്ക് ഒരു ലോങ് ടൈം കരിയർ ഈ കമ്പനിയോടൊപ്പം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഇനി ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞ് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞ് പല കമ്പനീസ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ ROI പ്ലാറ്റ്ഫോം ആയിട്ട് ഒരുപാട് എല്ലാം വരുന്നുണ്ട്. എല്ലാം വന്ന് ഒരു ഇത്ര മാസം എന്നുള്ള രീതിയിലേക്ക് വന്നൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് പകുതി വെച്ച് അവരുടെ ക്യാപിറ്റലും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് കമ്പനി മുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത്രയും കാലം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു മറികടന്നുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സാർ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പരിശോധിച്ച് നമ്മളൊന്ന് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത ഒരു കാര്യം, അതെ, അത് ആളുകൾക്ക് അതിന് ഉള്ള നോളജ് കുറവായതുകൊണ്ട് തന്നെയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന്, അതായത് നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന പല ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോമുകളും ഇതിന്റെ പുറകില് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ലീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ
നമുക്കറിയാം നമ്മളുടെ ഈ ഒരു 3C അസറ്റ്സിന്റെ മുൻപിൽ നിൽക്കുന്ന 3 വ്യക്തികളുടെ പേര് മാത്രം മതി. കമ്പനിയുടെ ഫൗണ്ടർ ആയിക്കോട്ടുള്ള മിസ്റ്റർ ഡോക്ടർ ബിനോജ് കാറ്റാടിൽ DSc ഇദ്ദേഹമായിക്കോട്ടെ, കമ്പനിയുടെ CEO മിസ്റ്റർ എഡ്വേർഡ് പ്രോഫ്കെ, കമ്പനിയുടെ CMO മിസ്റ്റർ മോമുഖ്രം, ഇവരെല്ലാവരും നാഷണലി ആൻഡ് ഇന്റർനാഷണലി അറിയപ്പെടുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഫേസ് വാല്യൂ ഉള്ള വ്യക്തികളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് വളരെയധികം അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികൾ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന കമ്പനികൾ അവരുടെ കയ്യിലേക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് വരും. ഇതെന്ത് ചെയ്യണമെന്നോ ഇത് മാനേജ്മെന്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അവർ കുഴങ്ങുമ്പോഴാണ് കമ്പനികൾ പൊളിഞ്ഞു പോകുന്നത്. യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇതിനൊക്കെ ഒരു സെറ്റ് ബൈ സെറ്റ് ആയിട്ട് കമ്പനി തന്നെ, കമ്പനിയുടെ ഈ ഒരു CEO എന്ന് പറയുന്ന ഈ വ്യക്തികൾ തന്നെ അത് എന്താ പറയാ അത്രയും ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളാണ്. ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിൽ അസറ്റ് മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണത്. ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനികളൊക്കെ വേൾഡിൽ ഓരോ വർഷവും കൈകാര്യം ചെയ്യുന്നത് $10.5 ട്രില്യൺ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അത്രയും വലിയ മേഖലയാണ് ഈ അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം കമ്പനി എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലുള്ള കമ്പനിയാണ്. ഇനി ഇൻകം പ്ലാൻ, ഇതിന്റെ ഇൻകം പ്ലാൻ കൂടെ അറിയാൻ നമുക്ക് അത്രയും ആഗ്രഹമുണ്ട്. ഓക്കെ, ഇൻകം പ്ലാൻ 8 രീതിയിലുള്ള വരുമാനമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഒന്ന് ഡയറക്റ്റ് റെഫറലാണ്. നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന വ്യക്തി ഏത് പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്നു, ഏത് AMA പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്നു, അതിന്റെ 10% നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഇൻകമായിട്ട് കിട്ടും. ഒരു വ്യക്തി $5,000 പാക്കേജ് എടുത്ത് നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തി $5,000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്ത 10% $500 നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. ഓൺ ദ സ്പോട്ടിൽ കിട്ടും. അടുത്തൊരു ഇൻകം ബൈനറി ഇൻകമാണ്. ബൈനറി സോഫ്റ്റ്വെയറിലൂടെ സ്ട്രക്ചറിലൂടെ നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ചാനലിലും റൈറ്റ് ചാനലിലും എത്ര ഡോളറിന്റെ AMA പാക്കേജുകൾ മാച്ചിങ് ആവുന്നു അതിന്റെ 10% ആയിരിക്കും നമുക്ക് ബൈനറി ഇൻകം ആയിട്ട് കിട്ടുക. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് പെർഫോമൻസ് ബോണസ് ഉണ്ട്. നമുക്ക് ഓരോ റാങ്കുകൾ കവർ ചെയ്യുമ്പോൾ ഓരോ റാങ്കിനും ഒരു സിംഗിൾ പേയ്മെന്റ് റിവാർഡ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത്തെ റാങ്ക് ആയിട്ടുള്ള അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ $100 സിംഗിൾ പേയ്മെന്റ് റിവാർഡ്. രണ്ടാമത്തെ റാങ്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ $300. ഈ റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ബിസിനസ് കൊണ്ടുവരണോ? അസോസിയേറ്റ് റാങ്ക്, ആദ്യത്തെ റാങ്ക് അസോസിയേറ്റ് റാങ്ക്. നമ്മൾ ടോട്ടൽ നമ്മുടെ ടീമിൽ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലുമായിട്ട് $5,000 AMA പാക്കേജിന്റെ ജോയിനിങ് നടക്കും. നമ്മൾ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുന്നു. നമുക്ക് $100 സിംഗിൾ പേയ്മെന്റ് റിവാർഡാണ്. അപ്പൊ അതുപോലെ നമുക്ക് 14 റാങ്കുകളുണ്ട്. 14 റാങ്കുകളിലും 14 റാങ്കിലും റാങ്ക് പെർഫോമൻസ് ബോണസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലെവൽ ഇൻകം അവൈലബിൾ ആണ്. നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും കമ്പനി പോർട്ട്ഫോളിയോ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് മന്ത്ലി കമ്പനി ROI കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾ മന്ത്ലി ROI മേടിക്കുമ്പോൾ അതിന്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒരു ലോങ് ടൈം ഇൻകമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻകമാണ് ഇവിടെ ലെവൽ ഇൻകമായിട്ട് മൾട്ടി ലെയർ ബോണസ് എന്ന രീതിയിൽ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു 20 ലെവലിൽ നിന്ന് വരെ നമുക്ക് ലെവൽ ഇൻകം മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനിയുടെ ലെവൽ ഇൻകം സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ലോങ് ടൈം കരിയർ നമുക്ക് കമ്പനിയോടൊപ്പം ബിൽഡ് ചെയ്യാൻ സാധിക്കും, ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിന്റെ നാളുകളിൽ നമ്മളിവിടെ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾ നാളുകളിൽ ഈ കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ്റെ എന്ത് യൂട്ടിലിറ്റി യൂസ് ചെയ്താലും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ കമ്പനിയുടെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കമ്പനിയുടെ ഡ്രീം വിൻ എന്ന് പറയുന്ന നമ്മുടെ ലക്കി ഡ്രോ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഓൾറെഡി ലൈവ് ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വരുന്നു. അതുപോലെ കമ്പനിയുടെ P2P ട്രേഡിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ തന്നെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അത് ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ടീമിൽ വരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വ്യക്തികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻകം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടേമിൽ വീണ്ടും വീണ്ടും അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കും 100% വിശ്വസിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുന്ന ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ ChatGPTയിൽ സെർച്ച് ചെയ്യാം. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ വിതിൻ ഇയേഴ്സ് നമുക്കൊരു ലോങ് ടൈം കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റർ ആയിട്ടും കടന്നു വരാം. അതുപോലെ തന്നെ ചെറിയൊരു ടൈം അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും അതുപോലെ തന്നെ ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനും അത്രയും
കരിയർ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ ഓക്കെ. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീമും നെറ്റ്വർക്ക് മാർക്കറ്റ് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. സ്മാർട്ട് മൈൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ടീം ഇവിടെ അവൈലബിൾ ആണ്. ഏതൊരു സാധാരണക്കാരനെയും ഈ പ്രോജക്റ്റിലേക്ക് കടന്നിരുന്ന ഏതൊരു വ്യക്തിയെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ടീമാണ് സ്മാർട്ട് മൈൻഡ് ഇന്റർനാഷണൽ ടീം. സോ ഇതിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും വളരെ വലിയൊരു ഫ്യൂച്ചർ അവൈലബിൾ ആണ്. ഓക്കെ. ബേസിക് പോലും അറിയാത്ത ഒരുപാട് ആളുകളായിരിക്കും ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതിന്റെ നോളജ് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയും സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതായത് കമ്പനി അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും വലിയൊരു ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു 3C അസറ്റിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന്റെ ഫൗണ്ടേഴ്സ് ആണെങ്കിലും CEO ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത്രയും ഹോണറബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അടിത്തറ എപ്പോഴും നമ്മൾ നോക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഒന്നും നീട്ടി പറയുന്നില്ല, എല്ലാം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഒരു കരിയർ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു 3C അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പാർട്ടിസിപ്പൻ്റ് ആവാൻ ആഗ്രഹമുള്ള ആളുകൾ എന്തായാലും ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്ത് കാര്യമാണെങ്കിലും ഇവർ പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? വെൽക്കം ടു 3C അസറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.